കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ കാരണം ഒരുപാട് കുട്ടികൾ 10ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി വീട്ടിൽ ഇരിപ്പുണ്ട്. ശരിക്കും സീരിയസ്ലി കൊച്ചിയിൽ തന്നെ ഒരുപാട് കുട്ടികൾ ഡിപ്രഷൻ കാരണവും മൊബൈലിൻ്റെ അഡിക്ഷൻ കാരണവും സ്കൂളിൽ പോകാൻ പറ്റാതെ, സ്കൂളിൽ നിന്ന് ആ കുട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റാതെ വീട്ടിൽ പഠനം നിർത്തിയിരിപ്പുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യും? അപ്പം നമ്മൾ കൊച്ചിയിലെ പുതിയ ഡിവിഷനാണ് ടീനേജ് ഡിജിറ്റൽ ഡീറ്റോക്സ് ക്ലിനിക്ക്. അപ്പോൾ അതിൽ ചൈൽഡ് സൈക്കോളജിസ്റ്റുകൾ വളരെ ഇഫക്റ്റീവായിട്ട് ഇൻ്റർവെൻഷൻസ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും പേരൻറ്റും കുട്ടിയും വേണം. മൾട്ടിപ്പിൾ സെഷൻസ് കൊണ്ട് നല്ല രീതിയിൽ വ്യത്യാസങ്ങൾ കുട്ടികളിൽ വരുന്നുണ്ട്. പിന്നെ ബ്രെയിൻ ആൻഡ് മൈൻഡ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അതിൽ കുട്ടികളെ മെൻറ്റർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പേരൻറ്റിങ് ഈസ് ആൻ ആർട്ട്. ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസിബിലിറ്റി. ഇറ്റ്സ് എ ഹ്യൂജ് റെസ്പോൺസ്. പണ്ടത് ഷെയർ ചെയ്യാൻ നമുക്ക് ഗ്രാൻഡ് പേരൻസ് ഉണ്ടായിരുന്നു, വീട്ടിലുള്ളവരുണ്ട്, അതുപോലെ റിലേറ്റീവ്സ് എല്ലാവരും ഷെയർ ചെയ്തിരുന്ന. ഇപ്പം ആരും ഇല്ല. അച്ഛനും അമ്മയും ഭയങ്കര തിരക്ക്, ഒരു കുഞ്ഞ് കാണും, അതിനെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല. അപ്പം വി നീഡ് സംബഡി സപ്പോർട്ട്. അപ്പോൾ ആ റൈറ്റ് ഏജിൽ റൈറ്റ് ഇൻ്റർവെൻഷൻ കൊടുത്താൽ ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം മുതലേ ഇങ്ങനെ അബ്നോർമലായിട്ടുള്ള കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഇറ്റ്സ് ബെറ്റർ ടു സീക്ക് ആൻ അഡ്വൈസ് അറ്റ്ലീസ്റ്റ്. എങ്ങനെയാണത് വേഴ്സായി പോകുന്നതിന് മുമ്പ് അതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം. പ്രിവെൻറ്റീവാണ് ശരിക്കും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി. അപ്പോൾ അത് നമ്മുടെ കാക്കനാട് ഡിവിഷനിൽ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു.